ഖത്തറിലിപ്പോൾ നല്ല ചൂടായി തുടങ്ങി. കൂടെ ചില ദിവസങ്ങളിൽ നല്ല പൊടിക്കാറ്റും. അങ്ങനെ 2 ദിവസം മുന്നേ അടിച്ച പൊടിക്കാറ്റിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോണം എനിക്ക് നല്ല കോൾഡും ത്രോട്ട് പെയിനും ഒക്കെ ഉണ്ട്. എന്നാലും 5 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് കിട്ടുന്ന ഒരു ലീവ് അത് വയ്യാന്ന് പറഞ്ഞ് റൂമിലിരുന്നാൽ പറ്റില്ല എന്ന് ഓർത്തിട്ടാണ് ഇന്ന് പുറത്തിറങ്ങിയത്. പിന്നെ സെൻട്രൽ പോയിന്റിൽ ഇവിടെ ഓഫർ നടക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ഓഫർ എന്ന് കേട്ടാൽ നമുക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റൂലല്ലോ, അതൊരു മോശമല്ലേ. ഇനി ഒന്നും വാങ്ങാനില്ലെങ്കിലും ഒന്ന് കാണാൻ അതൊരു രസം തന്നെയാണ്. ഓരോ ഡ്രസ്സും എടുത്ത് നോക്കിയും അത് ഫിറ്റ് ചെക്ക് ചെയ്തും നമ്മൾ ലേഡീസിന് ഇതൊക്കെ ഒരു വലിയ സന്തോഷം തരുന്ന കാര്യം തന്നെയല്ലേ. അതിന് തന്നെയാണ് ഞാനും പോയത്. ഇതുവരെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാവശ്യമില്ലാതെ ഈ മുകളിലോട്ട് ഞാൻ കയറി പോകുന്നത് വരെ. ഇന്നത്തെ ദിവസത്തിൻ്റെ ഹൈലൈറ്റും അത് തന്നെയാണ്. നമ്മൾ ആ ഷോപ്പ് കയറിയ സമയത്ത് ഒരു ചെറിയ സംഭവം കൂടെ ഉണ്ടായി. ഞാൻ വളരെ മാന്യമായിട്ട് ഈ ഫ്ലവറുകളുടെ ഇടയിലൂടെ ഒന്ന് നടന്നു പോയതാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ പോട്ടിൻ്റെയും എൻ്റെയും വിധി വേറെയായിരുന്നു. എൻ്റെ ഡ്രസ്സ് തട്ടിയതും ഒരു ഫ്ലവർ പോട്ട് നേരെ താഴോട്ട്. അത് വീണ ശബ്ദം കേട്ടപ്പോൾ ഒരു മിനിറ്റ് ഞാൻ തന്നെ സ്റ്റാച്ചു എന്നൊന്ന് പോയി. അവിടെ ഉണ്ടായിരുന്നവർ എന്നെ നോക്കി, ഞാൻ ആ ഫ്ലവർ പോട്ടിനെ നോക്കി. കുറച്ച് സെക്കൻഡ് ഒന്നും മിണ്ടാതെ നിശബ്ദത. അവസാനം മനസ്സിലായി ഇനി അത് സോറി പറഞ്ഞാൽ തീരുന്ന കേസല്ലാന്ന്. അങ്ങനെ ആ ഒരു ഫ്ലവറും ആ പോട്ടും ആ സെറ്റ് തന്നെ ഞങ്ങൾക്ക് വാങ്ങേണ്ടി വന്ന് പണം കൊടുത്ത് വാങ്ങി. അങ്ങനെ ഓഫർ കാണാൻ പോയ നമ്മൾ ഓഫറിലൊന്നും വാങ്ങിയില്ല. പക്ഷേ പ്ലാനിലില്ലാതിരുന്ന ഒരു ഫ്ലവറും ആ സെറ്റും മൊത്തമായിട്ട് ഇങ്ങോട്ട് വാങ്ങേണ്ടി വന്ന്. അതുകൊണ്ട് ഇന്നത്തെ ഒരു പാടെന്തെന്നാൽ ഷോപ്പിൽ പോകുമ്പോൾ ഓഫർ മാത്രം നോക്കണ്ട, ചുറ്റുമുള്ള ഫ്ലവർ പോട്ടുകളെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പഠിച്ചു. അങ്ങനെ ഷോപ്പിലെ ചെറിയ ചെറിയ ഡ്രാമകളും കൺഫ്യൂഷനും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ നിന്നാൽ എൻ്റെ തല ചൂടാവും, പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന്. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് പാർക്കിലേക്കാണ്. അവിടെ കുറച്ച് സമയം ഇരുന്നപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം കിട്ടി. ഷോപ്പിൽ കിട്ടാത്തൊരു പീസ് പാർക്കിൽ ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ ഒരു കട്ടൻ ചായയും ഉള്ളിവടയും. സത്യത്തിൽ ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും വിജയകരമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതായിരുന്നു. ജീവിതം ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. വലിയ വലിയ പ്ലാനുകളും കാര്യങ്ങളും ഒന്നും വേണ്ട. ഒരു ചെറിയ നടത്തം, കുറച്ച് കാറ്റ്, ഒരു കട്ടൻ ചായ, 2 ഉള്ളിവട, അത്ര മതി മൂഡ് റീസെറ്റ് ആവാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ ഔട്ടിങ്ങിൽ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത തവണ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുതിയ ഓഫറാണോ കിട്ടുക, പുതിയ പ്രശ്നങ്ങളാണോ കിട്ടുക എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ബൈ ബൈ.